إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما വിശ്വാസികളെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും അവൻ്റെ വിധി വിലക്കുകളും കഴിവിൻ്റെ പരമാവധി പുലർത്തി പാലിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചു മരിക്കാൻ ശ്രദ്ധിക്കണമെന്നും നന്നായി ശ്രമിക്കണമെന്നും ആദ്യം സ്വന്തത്തെയും എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്. അത് അർഹിക്കുന്ന ഗൗരവത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന അവരൊരു ദുസ്വഭാവമാണ് പല കാര്യത്തെ സംബന്ധിച്ച് പരാതികൾ പറയുക എന്നുള്ളത്. മൊത്തത്തിൽ മനുഷ്യന്മാരെ സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മിക്ക ആളുകളും ഏതെങ്കിലും ഒരു തരത്തിലുള്ള അതല്ലെങ്കിൽ പല തരത്തിലുള്ള നിരാശയിലാണ്. യഥാർത്ഥത്തിൽ ഈ നിരാശയുടെ പ്രധാന കാരണം ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിരാശനാണ് എങ്കിൽ അല്ലെങ്കിൽ ഒരു പരാതിപ്പെടുന്നവനാണെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരും പല കാര്യത്തിൽ നിരാശരാണെങ്കിൽ, പല കാര്യത്തെക്കുറിച്ച് പരാതികളുള്ള ആളുകളാണ് എങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരുപാട് പരാതികൾ ഉണ്ടാകാം, പോരായ്മകൾ ഉണ്ടാകാം ജീവിതത്തിൽ. പക്ഷെ ആ പോരായ്മകൾ വലുതായി കാണുന്നത്, നിരന്തരം നമ്മുടെ ജീവിതത്തിൽ നിരാശയും പരാതികളും ഉണ്ടാകുന്നത് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ, ഓരോരുത്തർക്കും നൽകിയ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ അത് ഒന്നുകിൽ മനസ്സിലാക്കാനോ അതല്ലെങ്കിൽ ആ അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരു കാര്യം ഉറപ്പാണ്, അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്, മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകിയ നിഅമത്തുകൾ അത് നാം ഓരോരുത്തരും എണ്ണിക്കണക്കാക്കാൻ നോക്കിയാൽ അതിന് സാധിക്കുകയില്ല എന്നുള്ളതാണ്. വഇൻ തഅദ്ദു നിഅമതല്ലാഹി ലാ തഹ്സുഹാ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ അനുഗ്രഹങ്ങൾ, അത് ശരീരങ്ങളിലാകട്ടെ, നമ്മൾ വസിക്കുന്ന ഭൂമിയിലാകട്ടെ, മറ്റെന്ത് അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അത് ഒരാൾ കണക്കാക്കാൻ നോക്കിയാൽ അതിന് നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുഗ്രഹത്തിലാണ്, നമ്മൾ എന്തു തന്നെ ഇല്ല എന്ന് പറഞ്ഞാലും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ നിഅമത്തുകൾ ഓർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ നിഅമത്തുകളെ നിങ്ങൾ ദിക്ർ ചെയ്യണം, ഓർക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ നിഅമത്തുകൾ ഓർത്തു കഴിഞ്ഞാൽ അത് വലുതായി കാണാൻ സാധിക്കും, ജീവിതത്തിൽ പരാതികൾ കുറയും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഇടക്കിടക്ക് ഓർമ്മിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഉണർത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, അക്കൂട്ടത്തിൽ അല്ലാഹു നമുക്ക് നൽകിയ ഒരുപാട് നിഅമത്തുകളിൽ ഒരു നിഅമത്താണ് നമ്മുടെ കണ്ണുകൾ എന്നുള്ളത്, അല്ലേ? അത് വലിയൊരു നിഅമത്താണ്. അത് ഉള്ളത് നഷ്ടപ്പെട്ട ആളുകളോടും ജന്മന അല്ലാഹു സുബ്ഹാനഹു തആല
കാഴ്ച ശക്തി കണ്ണുകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ ആ കണ്ണുകൾക്ക് കാഴ്ച ശക്തി നൽകിയിട്ടില്ലാത്ത ആളുകളോട് ചോദിച്ചാൽ അതിൻ്റെ വിലയും നിലയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല ഉലമാക്കൾ പറഞ്ഞു, ആളുകൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നിരവധിയാണ്. പക്ഷെ ചില അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല എന്ത് ചെയ്യും? എടുത്തു പറയും ഖുർആനിൽ. ആ എടുത്തു പറഞ്ഞിട്ടുള്ള നിഅമത്തുകൾ അത് വലിയ നിഅമത്തായി കാണണമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ കാഴ്ചയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, അലം നജ്അൽ ലഹു ഐനൈൻ, ഞാൻ നിങ്ങൾക്ക് 2 കണ്ണുകളെ ഉണ്ടാക്കി തന്നില്ലേ എന്ന് ചോദിച്ചാൽ അത് വലിയൊരു നിഅമത്താണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നത്, ഖുൽ നബിയെ ചോദിക്കുക, ഹൽ യസ്തവിൽ അഅമാ വൽ ബസീർ, കാഴ്ചയുള്ളവനും അന്ധനും സമമാകുമോ എന്ന് പറഞ്ഞാൽ കാഴ്ചയുള്ളവൻ്റെ അവസ്ഥ വേറെയാണ്, കാഴ്ചയില്ലാത്തവൻ്റെ അവസ്ഥ വേറെയാണ്. അതുകൊണ്ട് അഫലാ തതഫക്കറൂൻ, എന്തുകൊണ്ടാണ് അവർ കാര്യങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാത്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഉലമാക്കൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ ചില നിഅമത്തുകളെ ഖുർആനിൽ എടുത്തു പറയുകയും ആ എടുത്തു പറഞ്ഞ നിഅമത്തുകൾക്ക് നമ്മൾ പ്രത്യേകം അല്ലാഹുവിനോട് നന്ദി കാണിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല ഉണർത്തിയിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞു, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ഷൈഅ. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ മാതാക്കളുടെ ഉദരത്തിൽ നിന്ന്, ഗർഭാശയത്തിൽ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നവനാണ് അല്ലാഹു. ആ കൊണ്ടുവന്ന സമയത്ത് ലാ തഅലമൂന ഷൈഅ, നിങ്ങൾക്കൊന്നും അറിയില്ല അല്ലേ? ഇപ്പോൾ സയൻസ് പരമായി നോക്കുകയാണെങ്കിൽ ഒരുപാട് ജീവികൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നുണ്ട്. പക്ഷേ ജന്മം നൽകപ്പെട്ട കുഞ്ഞുങ്ങളിൽ ഒരു കഴിവുമില്ലാതെ ജനിക്കുന്ന കുഞ്ഞ് അത് മനുഷ്യ കുഞ്ഞുങ്ങൾ മാത്രമാണ്. മറ്റേത് ജീവികൾ നിങ്ങൾ പരിശോധിച്ച് നോക്ക്, ജന്മന അവർക്ക് അവരുടേതായ ചില കഴിവുകൾ നൽകിയിട്ടുണ്ടാകാം. പക്ഷെ മനുഷ്യ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കരയാനല്ലാതെ ഒന്ന് ചെരിഞ്ഞു കിടക്കാൻ പോലും, അല്ലേ, തൻ്റെ ആവശ്യം നിറവേറ്റുന്ന പാല് കുടിക്കാൻ പോലും അത് കരച്ചിലിൽ കൂടി മാതാവിനെ അറിയിക്കുക എന്നല്ലാതെ അതുപോലും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഈ മറ്റേത് ജീവികളെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ. അവർക്ക് ജന്മന അല്ലാഹു സുബ്ഹാനഹു തആല ചില കഴിവുകൾ നൽകിയിട്ടുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ അല്ലാഹു ഏറ്റവും ദുർബലനായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് മാത്രമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല ഇത് പറഞ്ഞതിൽ നിങ്ങൾ നോക്ക്. പിന്നീടാണ് വജഅല ലക്കുമുസ് സമഅ വൽ ബസറ വൽ അഫ്ഇദത ലഅല്ലക്കും തഷ്കുറൂൻ, പിന്നീട് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് കാഴ്ചശക്തി നൽകി, നിങ്ങൾക്ക് കേൾവി ശക്തി നൽകി, അതേപോലെ തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഹൃദയം നൽകി. പക്ഷെ ജന്മന ഇതുണ്ട് അല്ലേ? അതുമായി ബന്ധപ്പെട്ട് പഠിച്ച ആളുകളോട് ചോദിച്ചു നോക്കണം. കണ്ണുണ്ട് എന്നല്ലാതെ കുഞ്ഞുങ്ങൾക്കൊരു പരിധിക്കപ്പുറത്ത് കാണാൻ സാധിക്കുകയില്ല. ദിവസങ്ങൾ കഴിയും തോറാണ് അവരുടെ കാഴ്ച ആ പരിധി കൂടിക്കൊണ്ടു പോവുക. എന്ന് പറഞ്ഞാൽ കേവലം ഒരു കണ്ണുള്ളത് കൊണ്ട് മാത്രം ആയില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല എടുത്തു പറഞ്ഞത്. ഒരു കഴിവുമില്ലാതെ നിങ്ങൾ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് കാണാനുള്ള കണ്ണ് നൽകി, കേൾക്കാനുള്ള ചെവി നൽകി, അതുപോലെ തന്നെ ചിന്തിക്കാനുള്ള ഹൃദയം നൽകി. എന്തിനാണെന്നറിയോ? ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ, നന്ദിയുള്ളവരാകാൻ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇന്ന് നോക്ക്, നിങ്ങൾ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ പലതരത്തിലുള്ള കഴിവുകളുമായി ജനിച്ചു വീഴുന്നു. അവരാരും അവിടെ ദുനിയാവിൽ അഹങ്കരിച്ചിട്ടില്ല. പക്ഷെ ഒരു കഴിവുമില്ലാതെ ദുനിയാവിലേക്ക് പിറന്നു വീണ മനുഷ്യന് പിന്നീടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പലതും നൽകിയത്. ആ മനുഷ്യനാണ് ഇന്ന് ലോകത്ത് അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. നന്ദി കെട്ടവൻ ആരാണ്? ഖുർആനിൽ എടുത്തു പറഞ്ഞത് നന്ദി കെട്ടവൻ മനുഷ്യന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്രയേറെ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ട് അത് നന്മയായി കണ്ട്, അനുഗ്രഹമായി കണ്ട്, ആ അനുഗ്രഹദാതാവിന് നന്ദി കാണിച്ച് ജീവിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് വലിയൊരു അനുഗ്രഹമായി കാണുന്നവർ, അതിന് നന്ദി കാണിക്കുന്നവർ ഭൂമിയിൽ വളരെ കുറച്ചു മാത്രമാണ്. എന്ന് മാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്, വഹുവല്ലദീ അൻശഅകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, അവനാകുന്നു നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും ചിന്തിക്കാനുള്ള ഹൃദയം നൽകിയത്. പക്ഷെ ഖലീലൻ മാ തഷ്കുറൂൻ, ഇതൊക്കെ നൽകിയിട്ടും അല്ലേ, മനുഷ്യരുടെ കൂട്ടത്തിൽ കുറച്ചാളുകൾ മാത്രമേ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. എന്ന് മാത്രവുമല്ല, ഇതൊക്കെ നൽകിയത് അള്ളാഹുവാണ് അല്ലേ. ഈ പറയപ്പെട്ട കാഴ്ചയാകട്ടെ, കേൾവിയാകട്ടെ, നമ്മുടെ ചിന്തകളാകട്ടെ, എല്ലാം നൽകിയവൻ അള്ളാഹുവാണ്.
അള്ളാഹുവിന് ഇതൊക്കെ നമ്മളിൽ തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ താക്കീത് നൽകിയിട്ടുണ്ട്. അള്ളാഹു പറയാണ്, ഖുൽ നബിയെ പറയുക, അറഅയ്തും ഇൻ അഖദല്ലാഹു സമഅകും വഅബ്സാറകും വഖതമ അലാ ഖുലൂബികും. നബിയെ പറഞ്ഞു കൊടുത്തേക്ക്, അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും നിങ്ങളുടെ കേൾവിയെ, നിങ്ങളുടെ കാഴ്ചയെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹു ഒരു പൂട്ടിട്ടു കഴിഞ്ഞാൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിഹി, അള്ളാഹു പിടിച്ചെടുത്ത കാഴ്ച, അള്ളാഹു പിടിച്ചെടുത്ത കേൾവി, അള്ളാഹു സീൽ വെച്ച ഹൃദയം, അതൊക്കെ പകരം കൊണ്ടുവന്നു തരാൻ മറ്റ് ഏതൊരു ഇലാഹാണ് നിങ്ങൾക്കുള്ളത്? എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഉൻദുർ കൈഫ നുസർരിഫുൽ ആയാതി സുമ്മ ഹും യസ്ദിഫൂൻ. ഏതെല്ലാം വിധത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തെളിവുകൾ വിവരിച്ചു തരുന്നത്, എന്നിട്ടും അവർ പിന്തിരിഞ്ഞു കളയുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിമർശിച്ചത് ഖുർആനിലുണ്ട് എന്ന് നാം അറിയാതെ പോകരുത്. എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, ഈ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ നമ്മളോട് പരലോകത്ത് ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ പറയപ്പെട്ട നിഅമത്തുകൾ നല്ലതിനു വേണ്ടി മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം. നിങ്ങൾ അറിവില്ലാത്തതിൻ്റെ പിന്നാലെ നിങ്ങൾ പോകരുത്. കൃത്യമായ ഒരു അറിവില്ലാത്തതിൻ്റെ പിന്നാലെ നിങ്ങൾ ഒന്നും കൊണ്ടും പോകരുത്. കാരണം ഇന്ന സമഅ, നിശ്ചയം നിങ്ങളുടെ കേൾവി, വൽ ബസറ, നിങ്ങളുടെ കാഴ്ച, വൽ ഫുആദ, നിങ്ങളുടെ ചിന്തിക്കുന്ന ഹൃദയം, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, ഇതൊക്കെ നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. അല്ലേ? ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഊഹാപോഹങ്ങളുടെ പിന്നാലെയാണ്. നമ്മൾ കണ്ട കാര്യമല്ല, നമ്മൾ അറിഞ്ഞ കാര്യമല്ല, നമ്മൾ കേട്ട കാര്യമല്ല. പക്ഷെ പലതും നമ്മൾ പ്രചരിപ്പിക്കുന്നത് ഈ പറഞ്ഞ രൂപത്തിൽ ഇൽമില്ലാതെയാണ്. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട നിഅമത്തുകളിൽ ഒന്ന് അറിവില്ലാത്തതിൻ്റെ പിന്നാലെ നമ്മളെ കണ്ണുകൾ പോയാൽ ആ കണ്ണുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നമ്മളോട് ചോദ്യം ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും വിശുദ്ധ ഖുർആനിൽ, അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിലും ഈ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അത് തോന്നിയതുപോലെ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ അനുഗ്രഹങ്ങൾക്ക് ചില ബാധ്യതകൾ നമ്മൾ നിർവഹിച്ചിരിക്കണം. ഉലമാക്കൾ പറഞ്ഞു, കണ്ണുകൊണ്ടുള്ള ബാധ്യത എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ പാരായണമാണ്. അല്ലേ? നമ്മൾ ഓരോ ആളുകളും ചിന്തിച്ചു നോക്കുക. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് റമളാനിന് ശേഷം, നമ്മളൊരു ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹമായി നൽകിയ ഈ കണ്ണുകൊണ്ട് നമ്മൾ മൊബൈലിൽ ചെലവഴിച്ച സമയങ്ങൾ, മറ്റ് വ്യവഹാരങ്ങൾക്ക്, മറ്റെല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഈ കണ്ണിനെ ഉപയോഗിച്ച സമയങ്ങളും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്ത സമയം, സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ചു നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ ഖലീലം മാ തഷ്കുറൂൻ, ഈ നിഅമത്തിൻ്റെ കാര്യത്തിൽ നന്ദി കാണിക്കുന്നവർ വളരെ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ എന്നുള്ള ഗണത്തിൽ ഞാനും നിങ്ങളും പെട്ടുപോകുന്നുണ്ടോ എന്നുള്ളത് നാം ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഉലമാക്കൾ പറഞ്ഞൊരു കാര്യം, ഈ കണ്ണുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ കണ്ണുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ബാധ്യത എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഓർത്ത് കരയുക എന്നുള്ളതാണ്. അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഐനാനി ലാ തമസ്സഹുമൻ നാർ, രണ്ടു കണ്ണുകൾ. അല്ലേ? നമ്മളെ രണ്ടു കണ്ണുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, അതിന് ഒരിക്കലും നരകം സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, കണ്ണിനെ സ്പർശിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ നരകത്തിൽ പോകൂല എന്നാണ്. അതിനർത്ഥം എന്താ? വെറും കണ്ണിനെ മാത്രം, ബാക്കി നരകത്തിലിട്ട് കണ്ണിനെ മാത്രം രക്ഷിക്കുമെന്നല്ല. ആ രണ്ടു കണ്ണുകളെ നരകം സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഏതാണ് ആ കണ്ണെന്നറിയോ? റസൂൽ പറഞ്ഞു, ഐനുൻ ബക്കത് മിൻ ഖശിയത്തില്ലാ, അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുകൾ, അതൊരിക്കലും നരകം സ്പർശിക്കുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഒരു ആത്മവിശകലനം നടത്തുക. നമ്മളെ ഈ ജീവിതത്തിൽ ഓരോരുത്തരും നമ്മുടെ പ്രായമൊന്ന് കണക്കാക്കുക. എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ കരഞ്ഞ സന്ദർഭങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുക. അല്ലേ? ഇഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ എത്ര ആളുകൾ കരഞ്ഞിട്ടുണ്ട്? അല്ലേ? ജീവിതത്തിൽ പലർക്കും പല നഷ്ടങ്ങൾ സംഭവിക്കും. നമ്മളതിൻ്റെ പേരിൽ കരയുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കച്ചവടത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ നമ്മൾ കരയും. അല്ലേ? നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും നഷ്ടപ്പെട്ടാൽ, അവർ മരിച്ചുപോയാൽ നമ്മൾ കരയും. എന്തിനേറെ സഹോദരങ്ങളെ, സിനിമ കണ്ട് കരയുന്ന ആളുകളില്ലേ? റീൽസ് കണ്ട് കരയുന്ന ആളുകളില്ലേ?
നമ്മൾ ചോദിക്കുക, ഈ പലതരത്തിലും കരഞ്ഞ ആളുകൾ, പലതിനും വേണ്ടി കരഞ്ഞ ആളുകൾ, അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ ആളുകൾ, ഒരിറ്റ് കണ്ണുനീര് അല്ലെ, സ്വഹാബത്തിനേക്കാൾ നോക്ക് സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ നോക്ക്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞ് താഴത്തുള്ള മണ്ണുകൾ കുതിർന്നിട്ടുണ്ട്. ചില സഹാബത്തിനെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്, അവരുടെ മുഖത്ത് കരഞ്ഞതിൻ്റെ പാടുകൾ കാണാമായിരുന്നു എന്നുള്ളത്. നിരന്തരമായി കരയുന്നത് കാരണം അവരുടെ കണ്ണുനീര് ഒലിച്ചു വന്നതിൻ്റെ പാട് അവരുടെ മുഖത്ത് കാണാമായിരുന്നു എന്ന് ചില സഹാബത്തിനെ സംബന്ധിച്ച് പറയപ്പെടാറുണ്ട്. എങ്കിൽ സഹോദരങ്ങൾ, നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രയോ തവണ നമ്മൾ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, മറ്റൊരു ആൾ എന്ന് പറയുന്നത് വഅയ്നുൻ ബാതത് തഹ്റുസു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച ആളുകൾ. ഉലമാക്കൾ ഇതിന് തഫ്സീറിൽ പറഞ്ഞത് കാണാൻ കാണുന്നത് ഇസ്ലാമിക രാജ്യത്ത് അതിർത്തി കാൽക്കുന്ന സൈനികരാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുരക്ഷയ്ക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഗണത്തിൽ പെടും എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കാണാൻ നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അല്ലേ. നിങ്ങൾ പരസ്പരം, പ്രത്യേകിച്ച് കുട്ടികളാകട്ടെ യുവാക്കളാകട്ടെ, ഇന്ന് പലതിനെക്കുറിച്ച് അത്ഭുതങ്ങൾ പറയാൻ. അവരുടെ കയ്യിലുള്ള മൊബൈലിനെ സംബന്ധിച്ച്, പുതിയ വാഹനങ്ങളെ സംബന്ധിച്ച്, അതിൻ്റെ ടെക്നോളജിയെ സംബന്ധിച്ച് ഒരുപാട് വാചാലമായി സംസാരിക്കുന്നുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. കാരണം കാഴ്ച എന്ന അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെ കാണാൻ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ ഉണർത്തി. അള്ളാഹു പറഞ്ഞില്ലേ, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, നിങ്ങൾ ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ? കേവലം കാഴ്ചയല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് പോകുന്നത് കാണാനല്ല, മറിച്ച് അവിടെ ഒരു ഉൾക്കാഴ്ചയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ആ ഒട്ടകത്തിൻ്റെ സൃഷ്ടിപ്പിലുള്ള കഴിവ് നിങ്ങൾക്ക് എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഒരു ദൃഷ്ടാന്തമായി കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. സഹോദരങ്ങളെ, ഇന്ന് ഒട്ടകങ്ങളെക്കുറിച്ച് പഠനം ലോകത്ത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ സൃഷ്ടിപ്പ്, അതിൻ്റെ ജീവിത രീതി, അതിൻ്റെ യാത്ര, അതുമായി ബന്ധപ്പെട്ട എല്ലാം, നടത്തം പോലും, അതിൻ്റെ കാൽവെപ്പിനെ പോലും പഠനം നടന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് സഹോദരങ്ങളെ ഈ കാഴ്ചയിൽ നമുക്ക് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തെ കാണാൻ സാധിക്കാത്തത്? അതുപോലെ തന്നെ വഇല സമാഇ കൈഫ റുഫിഅത്, നിങ്ങൾ ആകാശ ലോകങ്ങളിലേക്ക് നോക്കുന്നില്ലേ അല്ലേ? ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു തൂണില്ലാത്ത അല്ലേ, സുദീർഘം നല്ല വിശാലമായ ഒരു മുറി കണ്ട നമ്മൾ അത്ഭുതപ്പെടും. ഇവിടെ നോക്കുക, ഒരു തൂണുമില്ലാതെ ഈ ബിൽഡിങ്ങിനെ നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളത് അല്ലേ. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് നേരെ ഉയർത്തിയിരിക്കുന്ന മേൽക്കൂരയായ ആകാശത്തെക്കുറിച്ച് സംബന്ധിച്ച് സഹോദരങ്ങൾ എത്ര ആളുകൾ ചിന്തിച്ചിട്ടുണ്ട് അല്ലേ? ഇന്നും ആസ്ട്രോണമിയിൽ പഠനം നടന്നുകൊണ്ടിരിക്കുന്നത് ഭൗമാകാശത്തെ സംബന്ധിച്ചാണ്. അതിനേക്കാൾ അപ്പുറത്തുള്ള പഠനങ്ങൾ ഇന്നും അന്യമായി കിടക്കുകയാണ്. ആ പഠനം തന്നെ എവിടെയും എത്തിയിട്ടില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല കണ്ണുള്ള ആളുകളോട് പറഞ്ഞത് അഫല യൻദുറൂന ഇല സമാ കൈഫ റുഫിഅത്, എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ആകാശ ലോകങ്ങളെ ഉയർത്തിയിരിക്കുന്നത് എന്ന്. അതുപോലെ തന്നെ വഇലൽ ജിബാലി കൈഫ നുസിബത്, പർവ്വതങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ, അത് എങ്ങനെയാണ് നാട്ടപ്പെട്ടിരിക്കുന്നത് എന്ന്. അതുപോലെ തന്നെ വഇലൽ അർദി കൈഫ സുതിഹത്, നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് വിധാനിക്കപ്പെട്ടിരിക്കുന്നത് അല്ലേ. ഭൂമിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കുമ്പോൾ അത് ഉരുണ്ടതാണെന്ന് പറഞ്ഞു. നമ്മൾ ജീവിക്കുന്ന വാസസ്ഥലമാകട്ടെ അത് പരന്നതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, എങ്ങനെയാണ് ഭൂമിയെ വിധാനിച്ചത് എന്ന് നിങ്ങൾ കാണുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല എന്നോടും നിങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. എങ്കിൽ സഹോദരങ്ങളെ, ഈ കണ്ണുകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ കാണാൻ, എന്നിട്ട് അള്ളാഹുവിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ, കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ പറയപ്പെട്ടതുപോലെ അള്ളാഹുവിൻ്റെ ഗാംഭീര്യം ആലോചിച്ച് പരലോകത്തെയും ബർസഖ് ജീവിതത്തിലെയും ഭയാനകതകൾ ഓർത്ത് അള്ളാഹുവിനോർത്ത് കരയുന്ന കണ്ണുകൾ നമുക്കുണ്ടാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ഈ നൽകപ്പെട്ട നിഅമത്ത് അത് നിഅമത്തായി മനസ്സിലാക്കി അള്ളാഹുവിനെ നന്ദി ചെയ്ത് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദം ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ സാര അലാ നഹ്ജിഹി വസ്തന്ന ബിസുന്നതിഹി ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്.
അതുപോലെ തന്നെ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ ചില ആളുകളെ മനുഷ്യവർഗത്തിൽ നിന്നും ജിന്നുവർഗത്തിൽ നിന്നും നരകത്തിന് മാത്രമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ജിന്നുവർഗത്തിൽ നിന്ന് മനുഷ്യവർഗത്തിൽ നിന്ന് വലിയൊരു വിഭാഗം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പോരായ്മയായി പറഞ്ഞത് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ ചിന്തിക്കേണ്ട രൂപത്തിൽ ചിന്തിച്ചിട്ടില്ല, ഹൃദയങ്ങളെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ വലഹും ഐനുൻ ലാ യുബ്സിറൂന ബിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കണ്ണുകൾ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കണ്ടില്ല എന്ന് പറഞ്ഞാൽ അവർ കാണേണ്ടത് ആ കണ്ണുകൾ കൊണ്ട് അവർ കണ്ടിട്ടില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കേൾവികൾ കൊടുത്തിട്ടുണ്ട്, ആ കേൾവി കൊണ്ട് അവർ കേൾക്കേണ്ട കാര്യങ്ങൾ കേട്ടിട്ടില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഉലൈക കൽ അൻആം ബൽ ഹും അദൽ. അവർ കന്നുകാലികളെ പോലെയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്തിയില്ല, അതിനേക്കാളും പിഴച്ചവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണുകൾ ഒരു നിയന്ത്രണവുമില്ലാതെ ഉപയോഗിക്കേണ്ടവരല്ല നമ്മൾ. കാരണം ഈ കണ്ണെന്ന നിഅമത്ത് തന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തിയിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി അല്ലാഹു പറഞ്ഞു, നബിയെ വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയ. നബിയെ, ദുനിയാവിൽ ഭൗതിക അലങ്കാരം നൽകിയ ആളുകളിലേക്ക് നിന്റെ കണ്ണിനെ നീ പായിച്ചു കളയരുത്. സഹോദരങ്ങളെ, എന്താണിത്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അള്ളാഹുവിൻ്റെ ഈ കൽപ്പന. അള്ളാഹുവിൻ്റെ റസൂൽ എന്തൊരു ദുനിയാവിൻ്റെ അലങ്കാരത്തിലേക്കാണ് നോക്കിയിട്ടുള്ളത്. പക്ഷെ അള്ളാഹിൻ്റെ നബിയോടാണ് അള്ളാഹ് പറയുന്നത്, നബിയെ വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹറത്തൽ ഹയാത്തിദ് ദുനിയ. ഭൂമിയിൽ കുറേ അലങ്കാരങ്ങൾ കൊടുത്തിട്ടുണ്ട് ചിലർക്ക്, അതിലേക്ക് നിന്റെ കണ്ണുകളെ നീ പായിച്ചു കളയരുത്. സഹോദരങ്ങളെ, ഇത് നോക്കുക നിങ്ങൾ, ഈ ഒരു കൽപ്പന ഈ ഒരു സമൂഹം പാലിച്ചിരുന്നുവെങ്കിൽ എത്ര മനസ്സമാധാനം കിട്ടുമായിരുന്നു അറിയോ? കാരണം നമ്മളെ കണ്ണുകൾക്കൊരു സ്ഥിരതയില്ല. കാരണം എന്താ, നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ നോക്കുന്ന കാറിലേക്കാണ്, അല്ലേ? ചെറിയ കാറിൽ പോകുന്ന നമ്മൾ കാണുന്നത് ഫോർച്യൂണറാണ്. ഫോർച്യൂണറിൽ പോകുന്ന കാണുന്നത് അതിനേക്കാളും വലിയ വണ്ടിയാണ്. കോട്ടേഴ്സിൽ ജീവിക്കുന്നവൻ കാണുന്ന വലിയ വീടാണ്. സാധാരണ ഒരു അത്യാവശ്യം സൗകര്യമുള്ള വീടുള്ളവൻ കാണുന്നത് വലിയ കൊട്ടാരങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ ദുനിയാവിൻ്റെ അലങ്കാരത്തിൻ്റെ പിന്നാലെ പോവുകയാണ്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്മാർക്കൊരു സമാധാനക്കേട് ഉണ്ടാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിട്ട് അവസാനം അള്ളാഹിൻ്റെ റസൂൽ പറയാണ്, ചില ആളുകൾക്ക് ഞാൻ ഈ അലങ്കാരങ്ങളൊക്കെ കൊടുത്തിനെന്നറിയോ, ലിനഫ്തിനഹും ഫീ. ഇതൊക്കെ അവർക്കുള്ളൊരു പരീക്ഷണമാണ്. വരിസ്ഖു റബ്ബിക ഖൈറുൻ വഅബ്ഖാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉപജീവനമുണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ലതും അത് നിലനിൽക്കുന്നതും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തിക്കൊണ്ടെങ്കിൽ സഹോദരങ്ങളെ, എത്രമാത്രം കണ്ണുകളെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. വിശ്വാസികളോടും വിശ്വാസിനികളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ഉണർത്തിയൊരു കാര്യമുണ്ട്. ആ കാര്യം നമ്മൾ യഥാവിധം പാലിക്കുകയാണെങ്കിൽ ഒരു പരിശുദ്ധമായ സംശുദ്ധമായ ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ആ സംശുദ്ധമായ പരിശുദ്ധമായ ജീവിതം സാധ്യമാകണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ കണ്ണെന്ന നിഅമത്ത് നല്ല നിലയിൽ ഉപയോഗിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നബിയോട് പറഞ്ഞു, ഖുൽ, നബിയെ പറയുക, ലിൽ മുഅ്മിനീന, വിശ്വാസികളോട് നബിയെ പറഞ്ഞു കൊടുത്തേക്ക്, യഗുബ്ബൂ മിൻ അബ്സാരിഹിം, അവരുടെ ദൃഷ്ടികൾ അവരെ താഴ്ത്താൻ, തലയല്ല, അവരുടെ ദൃഷ്ടികളെ താഴ്ത്താൻ അവരോട് പറയുക നബിയെ. കാരണം എന്നറിയോ, വയഹ്ഫദൂ ഫുറൂജഹും, ദൃഷ്ടികൾ താഴ്ത്തിക്കഴിഞ്ഞാൽ അവരുടെ ഗുഹ്യാവയവങ്ങളെ, ധാർമ്മികതയെ അവർക്ക് സൂക്ഷിക്കാൻ സാധിക്കും. ദാലിക അസ്കാ ലഹും, അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധതയ്ക്ക് നേരെ വിപരീതം എന്താണ്? അത് സംഭവിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ ദൃഷ്ടിയെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അനാവശ്യങ്ങളിലേക്ക്, നോക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലേക്ക്, നോക്കാൻ പാടില്ലാത്ത വ്യക്തികളിലേക്ക് നമ്മൾ നോക്കുന്നതാണ് നമ്മുടെ തസ്കിയത്തെ നഷ്ടപ്പെടാനുള്ള കാരണം. അതുകൊണ്ടാണ് പരിശുദ്ധമായൊരു ജീവിതം സാധ്യമാകണമെങ്കിൽ പോലും ഈ കണ്ണുകളെ വേണ്ട വിധത്തിൽ നല്ല നിലയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
സ്ത്രീകളോടായി പ്രത്യേകമായി പറയാൻ പറഞ്ഞു നബിയെ, വഖുല്ലിൽ മുഅ്മിനീന യഗ്ദുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന. നബിയെ, മുഅ്മിനാത്തുകളോട്, സ്ത്രീകളോട് പറയുക, അവരുടെ ദൃഷ്ടികൾ അവർ താഴ്ത്തട്ടെ, അവരുടെ ഗുഹ്യസ്ഥ അവയവങ്ങളെ അവർക്ക് കാത്തു സൂക്ഷിക്കാൻ, ഒരു ധാർമ്മിക ജീവിതം നയിക്കാൻ അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സ്ത്രീകളോട് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകൾക്ക് നൽകുന്ന പരീക്ഷണങ്ങളിൽ ഈ ഒരു പരീക്ഷണം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖുദ്സിയ ഹദീസാണ്, ഇന്നല്ലാഹ ഖാല, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരിക്കുന്നു, ഇബ്തലൈതും അബ്ദി ബിഹബീബതൈനി. അല്ലാഹു സുബ്ഹാനഹു തആല തൻ്റെ അടിമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ കൊണ്ട് അവനെ പരീക്ഷിച്ചാൽ, ആ പരീക്ഷണത്തിൽ ഫസബറ, അവൻ ക്ഷമിക്കുകയും ചെയ്താൽ, അവ്വൽതുഹു മിൻഹൽ ജന്ന, അവന് സ്വർഗമുണ്ട് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ഒരു അടിമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ 2 കണ്ണുകൾ അല്ലാഹു സുബ്ഹാനഹു തആല ആ കണ്ണുകളുടെ കാഴ്ചശക്തി ആരയിൽ നിന്നും ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആ അടിമയെ ഇഷ്ടപ്പെട്ടതിനുള്ള ലക്ഷണമായി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. പക്ഷേ അതിലെന്ത് ചെയ്യാൻ സാധിക്കണം? ക്ഷമിക്കാൻ സാധിക്കണം. എങ്കിൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ നോക്കുക, ജീവിച്ചു കൊണ്ടിരിക്കുന്ന, മരിച്ചുപോയ ഒരുപാട് ഉലമാക്കൾ അന്ധന്മാരായിരുന്നു, അല്ലേ? എന്ന് മാത്രമല്ല, ഇത് രേഖപ്പെടുത്തുന്നിടത്ത് പണ്ഡിതന്മാർ പറഞ്ഞു, അബ്ദുൽ അസീസ് അബ്ദുല്ലാഹി ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാറുള്ളത്, അദ്ദേഹത്തിൻ്റെ 16-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞുകൊണ്ടേ പോയി എന്നുള്ളതാണ്. 20-ാമത്തെ വയസ്സിൽ ഇബ്നു ബാസ് റഹിമഹുല്ലാ പൂർണ്ണനായി അന്ധനായിരുന്നു. പക്ഷെ നിങ്ങൾ നോക്ക്, 20-ാമത്തെ വയസ്സിൽ പൂർണ്ണ അന്ധത ബാധിച്ച അബ്ദുൽ അസീസ് അബ്ദുല്ലാഹി ഇബ്നു ബാസ് റഹിമഹുല്ലാ പിന്നീട് സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയായി. ഉലമാക്കൾ ഒരു അടിക്കുറിപ്പുണ്ട്, അല്ലേ? 20-ാമത്തെ വയസ്സിൽ അന്ധനായ ഒരു വ്യക്തി ഒരു രാജ്യത്തിൻ്റെ ഗ്രാൻഡ് മുഫ്തിയായി എങ്കിൽ 40, 50, 60, 70, 80 വർഷം കാഴ്ച ശക്തി ഉണ്ടായിരുന്ന നമ്മൾ എന്താണ് ദീനിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്തത്? എന്താണ് പഠിച്ചത്? എന്താണ് മനസ്സിലാക്കിയത്? സഹോദരങ്ങൾ, നമ്മൾ ചോദിച്ചു നോക്കുക, അല്ലേ? ഇന്ന് ജീവിച്ചു എത്ര പണ്ഡിതന്മാർ അന്ധന്മാരെന്നറിയോ? മരിച്ചുപോയ എത്ര ആളുകൾ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഈ കാഴ്ച തിരിച്ചെടുക്കുന്നതിന് മുമ്പ് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത് നന്മയിൽ ഉപയോഗപ്പെടുത്താൻ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തൃപ്തി കരസ്ഥമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നല്ല അടിമകളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ മഹദായ ഫള് കൊണ്ട് നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാഫാക്കി തെരുമാറാകണമേ. അല്ലാഹുവെ, ജീവിക്കുന്ന കാലം അത്രയും നിൻ്റെ ഇഷ്ടത്തിലും അല്ലാഹുവെ നിൻ്റെ പൊരുത്തത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് അത് പഠിച്ചു പകർത്തി ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസിനികളിൽ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണമേ. അല്ലാഹുവെ, ഞങ്ങൾ മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, അല്ലാഹുവെ ഞങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു തന്ന ഞങ്ങളുടെ ഉസ്താദുമാർ, അടുത്തകന്ന ബന്ധുക്കൾ, നല്ലവരായ നാട്ടുകാർ, അല്ലാഹുവെ അവർ വിശ്വാസികളാണെങ്കിൽ അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി നീ അവരെ അനുഗ്രഹിക്കുമാറാകണമേ. അല്ലാഹുവെ, ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുടെ നീ കരുണ കാണിക്കണം. അല്ലാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കളുടെ നീ കനിവ് കാണിക്കണം. അല്ലാഹുവെ വാർദ്ധക്യ സഹജമായ ഒരുപാട് പ്രയാസത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണം. അല്ലാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നീ പ്രദാനം ചെയ്യുമാറാകണമേ. അല്ലാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അല്ലാഹുവെ ഹോസ്പിറ്റലുകളിൽ അതുപോലെ തന്നെ വീടുകളിൽ വേദന സഹിക്കവയ്യാതെ പ്രയാസപ്പെടുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അല്ലാഹുവെ, അവർക്കെല്ലാവർക്കും നീ ഷിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകണമേ. അല്ലാഹുവെ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ കടങ്ങൾ നീ വിട്ടുകൊടുക്കുമാറാകണമേ. അല്ലാഹുമ്മ ഗഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات ويا قاضي الحاجات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.